ഇന്നത്തെ യാത്ര നേരെ ഈങ്ങാപ്പുഴയ്ക്കാണ് കേട്ടോ. അവിടെ ഒരു വൈകുന്നേരത്തെ ഒരു മധുരം കൊടുക്ക് പരിപാടി ഉണ്ട് കേട്ടോ. അതിനാണ് നമ്മളിന്ന് പോകുന്നത്. നേരെ ചെന്നപ്പോൾ അവിടെ കറക്റ്റ് ടൈമാണ് കേട്ടോ മധുരം കൊടുക്കുന്ന പരിപാടി ആരംഭിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ആ പരിപാടിയൊക്കെ കുറച്ച് നേരം കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പിരിഞ്ഞാനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് അടുത്തൊരു വീട്ടിൽ പോയി നിന്നു. അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ പള്ളിയിലാണ് കേട്ടോ പരിപാടി. പള്ളിയിലേക്ക് പോകുന്ന എങ്ങോട്ട് പോയി നേരെ ഇപ്പോൾ പള്ളിയിലേക്കാണ് എത്തിച്ചെല്ലുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അച്ഛൻ പ്രസംഗിക്കുന്ന ടൈമായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് പുറത്തൊക്കെ കുറച്ച് നേരം നോക്കി. അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ കൂടെ വന്നൊരു അച്ഛനുണ്ട്. നല്ല ആൾ അടിപൊളിയാണ്, പക്ഷേ ചെറുതായി അടിച്ചത് കൊണ്ട് തന്നെ പിന്നെ ഒരു വൈബ് പറയണ്ടല്ലോ. മൂപ്പരൊരു നേരം പോക്കായിട്ട് നമ്മളങ്ങ് കണ്ടു. പിന്നെ സൂപ്പറായിരുന്നു. ആ യാത്രയിൽ പുള്ളിയായിരുന്നു വൈബ് എന്ന് പറയുന്നത്. ഞാൻ മോഹൻലാലാണ് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, മുണ്ട് മാടി കുത്തുന്നൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ ഈ യാത്ര. അങ്ങനെതാ എൻ്റെ ഗ്ലാസ്സൊക്കെ മേടിച്ച് വെച്ചിട്ട് പൊളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക പള്ളിമുറ്റത്ത് കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളെ കൂടെ വന്നൊരു സുഹൃത്താണ്. അപ്പോൾ ഒരു പൊളിയാണ് കേട്ടോ. നേരിട്ട് കാണാൻ ഭയങ്കര ലുക്കാണ്. ഗ്ലാസ്സെല്ലാം വെച്ച് മാശാനെ കാണാൻ തന്നെ വേറെ വൈബാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പരിപാടി കഴിഞ്ഞ് നേരെ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. നല്ല ദോശയും നല്ല ബീഫ് കറിയും കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് അടുത്ത ഫുഡ് കൊടുക്കുന്ന കുറച്ച് വീഡിയോ, പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് അങ്ങനെ നേരെ വന്നു. തിരിച്ച് വരുന്ന വഴിക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടീൻ്റെ ബ്രേക്ക് വാഷ് തള്ളിപ്പോയി. പിന്നെ അങ്ങനെ വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനെ വർക്ക്ഷോപ്പിൽ തന്നെ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. വണ്ടി വഴിക്കതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വേഗം തന്നെ ആ ചേട്ടൻ വന്ന് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തരാം എന്നുള്ളൊരു മനസ്സുണ്ടായത് തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. സാധാരണഗതിയിൽ വണ്ടി വഴിക്കായി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് നാളെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ ഒരു ടിപ്പർ ഓടിക്കുന്നൊരു നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന്. പിന്നെ ലൈൻഡർ അടിച്ചത് കുറച്ച് മോശമായിട്ട് മുന്നത്തെ വർഷം, അതിൻ്റെതാണ് ഈ പ്രശ്നം. പിന്നെ അവരെന്താക്കി, ഞാൻ ആ വഴിക്കായ ഒരു ഫീലിംഗ് നിൽക്കുന്ന സമയത്ത് അവരത് നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലം കണ്ടു. പിന്നെ എന്തായാലും വരുന്ന വഴിയല്ലേ, ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടേക്ക് ഇറങ്ങി ഒന്ന് കണ്ടിട്ടൊക്കെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരും അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടത് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അത് പറഞ്ഞറിയിച്ചിട്ട് കാര്യമില്ല, നേരിൽ തന്നെ കണ്ടറിയണം കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഞെട്ടി, അതേപോലെ തന്നെ ഞാൻ ബാക്കോട്ട് മാറി കേട്ടോ. പിന്നെയും ഞാൻ ധൈര്യമൊക്കെ സംഭരിച്ചു ഒന്നും കൂടി നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവും. നല്ലൊരു വെള്ളവും കൂടി ഉണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെയാണെങ്കിൽ ശരിക്കും ഒരു ഭീകരാവസ്ഥ തന്നെയാണ് കേട്ടോ. എന്തായാലും ആ വഴിയെല്ലാം വരുമ്പം അവിടെയൊക്കെ നിർത്തി രണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ എന്തായാലും ചുരമൊക്കെ കയറി മേലെ എത്തിയപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഹോട്ടലിൽ കയറി വന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ചെറുകാട്ടൂർ ഇങ്ങനെ ഒരു രൂപം ഉണ്ടായിരുന്നു, അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നേരെ തിരിച്ചു വന്ന് ചേച്ചിമാരെയൊക്കെ ഇറക്കി നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ആ യാത്ര അവസാനിച്ചപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി കേട്ടോ. ചില യാത്രകൾ അങ്ങനെയാണ്.